ഇന്ന് തുമ്പിക്കുട്ടിക്ക് അമ്മമാർ വാക്സിൻ എടുക്കേണ്ട ദിവസമാണ്. അപ്പോൾ ഞാൻ ചായ തിളപ്പിക്കാൻ നോക്കിയപ്പോഴാണ് പഞ്ചസാര ഇല്ലാന്ന് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു മേടിക്കാനായിട്ട്. അപ്പോൾ അത് മേടിക്കാൻ ഒന്ന് കടയിൽ പോകേണ്ടി വന്നു. അങ്ങനെ പഞ്ചസാരയൊക്കെ മേടിച്ചതും വന്ന് നമ്മൾ ചായയൊക്കെ തിളപ്പിച്ചു. അപ്പോഴേക്കും ചോറൊക്കെ കുക്കറിലിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തിട്ട് ആ പുട്ടാണെന്ന് രാവിലെ ഉണ്ടാക്കുന്നത്. എനിക്ക് സൂചിച്ചാണ് പുട്ടും പഴവും തിന്നാമെന്ന് വിചാരിച്ചു. പിന്നെ പിള്ളേർക്ക് പുട്ടും മുട്ട പുഴുങ്ങിയതാണ് കേട്ടോ കൊടുക്കുന്നത്. ചായയൊക്കെ എടുത്തിട്ട് ഞാൻ കുറച്ച് ചായയും പിന്നെ കുറച്ച് ബോംബെ മിച്ചറൊക്കെ കൂടി കഴിച്ചു കേട്ടോ. പിന്നെ ഇന്ന് കുറച്ച് ടെൻഷനിലാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ മക്കളെ കൊണ്ടുപോകുമ്പോൾ ഒന്നില്ലെങ്കിൽ അമ്മ ഉണ്ടാവും അല്ലെങ്കിൽ സൂചന ഉണ്ടാവാറുണ്ട്. ഇന്ന് രണ്ടുപേരില്ല കേട്ടോ. രണ്ടുപേർക്കും ഓരോ തിരക്കുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് എല്ലായിടത്തും ചെയ്ത് പഠിക്കേണ്ടിയിരിക്കുന്നു. എപ്പോഴാണ് എങ്ങനെയൊക്കെയാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ എന്ത് ചെയ്തു, ഞാനിന്ന് ഒറ്റയ്ക്ക് ആ ഒരു ക്യാരിങ് ബാഗിലാണ് തുമ്പിനെ കൊണ്ടുപോകുന്നത്. പിന്നെ മോടേണ്ട ഭാഗത്ത് റോഡ് പണി നടക്കുന്നതുകൊണ്ട് കുറച്ച് തിരക്ക് കൂടുതലായിരിക്കും. അതിൻ്റെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് നടന്നാൽ മതിയായിരുന്നു എന്നൊക്കെയാണ് അപ്പോഴത്തെ ഒരു പ്രാർത്ഥന കേട്ടോ. പിന്നെ അതേ ഹോസ്പിറ്റലിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. സൂചിച്ചാണ് കേട്ടോ സുക്രൂനെ നേഴ്സറിൽ കൊണ്ടാക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്തു, നമ്മളിതേ ഇഞ്ചക്ഷനൊക്കെ ഡോക്ടർ എഴുതി തന്നു. പിന്നെ അവൾക്ക് പനിയൊക്കെ ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കല്ലോ. വേറെ എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതേ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇഞ്ചക്ഷൻ എഴുതി തന്നു കേട്ടോ. 720 രൂപയാണ് കേട്ടോ നമുക്ക് മോഡേണിൽ MMR എടുക്കാനായിട്ട്. ക്രാഫ്റ്റിലും ഉണ്ടെന്ന് പറഞ്ഞു. ക്രാഫ്റ്റിൽ ഇതിലേലും ക്യാഷ് ആവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. നമുക്കറിയില്ല എത്രയാണെന്ന്. അങ്ങനെ പീഡിയാട്രിക് ICUവിൽ ചെല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇഞ്ചക്ഷനൊക്കെ എടുത്തോട്ടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്നു. അപ്പോൾ അത്ര